അനു, ലാസ്റ്റ് സെമസ്റ്റർ ഫീസ് അടയ്ക്കാനുണ്ടല്ലോ. ഫീസ് അടച്ചാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റൂ. ഓക്കെ? എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് മുഖം വല്ലാതിരിക്കുന്നല്ലോ? എന്തു പറ്റി? ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു. അയ്യോ, പ്ലേസ്മെന്റ് കിട്ടിയതല്ലേ, എക്സാം എഴുതിയില്ലെങ്കിൽ കിട്ടിയ ജോലിയും പോവില്ലേ? ഓ പിന്നെ നിന്റെ മോള് പഠിച്ച് വലിയ കളക്ടർ ആവാൻ പോവല്ലേ? ഇവിടെ 2 പെഗ് അടിക്കാൻ കഷ്ടപ്പെടുമ്പോളാ അവളുടെ ഒടുക്കത്ത ഒരു ഫീസ്. ഒന്ന് പോടി മോളെ, മേലെ വീട്ടിലെ അമ്മണിക്ക് ഒരു കുറി കിട്ടിയെന്ന് കേട്ടു. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. 1000 കിനാക്കളാൽ കുരുന്നുകൂടുമെഞ്ഞിരുന്നു മോഹം. തര 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 തര. Congratulations, you're selected. You can join after your final exams. എന്താടി ഞാനിങ്ങനെയൊക്കെ ജീവിക്കൂ? അവളുടെ ഒടുക്കത്തെ ഒരു ഉപദേശം. ഇയാളെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. ഞാനും മോളും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നിങ്ങൾക്കൊന്ന് ഇറങ്ങി പോയിക്കൂടെ? ആടി, ഞാൻ പോയി തരാം. എന്നിട്ട് നീയും നിന്റെ മോളും ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഒരമ്മയും മോളും, അവളുടെ ഒടുക്കത്തെ ഒരു പഠിപ്പും. ഇന്നാ മോളെ. All the best. ഹലോ മോളെ. അമ്മ. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മ, സുഖമായിരിക്കുന്നു. അച്ഛൻ അന്ന് പോയതാ. പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചു. പക്ഷെ ഒരു വിവരവുമില്ല. മോൾ എന്നോട് ക്ഷമിക്കണം. ഒരു ജന്മം മുഴുവൻ തീർത്താൽ തീരാത്ത പാവമാണ് ഞാൻ നിന്നോടും നിന്റെ അമ്മയോടും ചെയ്തത്. അതൊന്നും സാരമില്ല അച്ഛാ. ഇനിയുള്ള ജീവിതമെങ്കിലും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതി. ത്യാഗത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും മൂർത്തിമത് ഭാവമാണ് നമ്മുടെ മാലാഖമാർ. സ്വന്തം ജീവിതത്തിലെ ആകുലതകളും വ്യാകുലതകളും മറന്ന് രോഗാതുരമായ ജീവിതങ്ങളെ തൻ്റെ ശുശ്രൂഷയിലൂടെ സന്തോഷപൂരിതമാക്കുവാൻ അവർക്ക് കഴിയുന്നു. ഈ ദിനം അവർക്കായി സമർപ്പിക്കുന്നു. ഹാപ്പി നഴ്സസ് ഡേ.